ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ലൈഫും പിന്നെ പേഴ്സണൽ ലൈഫും എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇപ്പോഴത്തെ കാലത്ത് മോസ്റ്റ് ഓഫ് ദ പേരൻറ്റ്സ് നേരിടുന്നത് അവരവരുടെ കുട്ടികളുടെ കൂടെ നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ്. പിന്നെ വർക്ക് പ്രഷർ ജാസ്തി ആയതുകൊണ്ടും ഒരുപാട് സ്ട്രെസ്സും ടെൻഷനുമാണ് ഫേസ് ചെയ്യുന്നത്. പേഴ്സണൽ ലൈഫിനെ ഒരുപാട് ബാധിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെയൊക്കെയാണ് ബാലൻസ് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടാണ് കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വർക്കിംഗ് ആകുമ്പോൾ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എത്ര പ്രഷറാണെങ്കിലും തന്നെ കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കുറച്ചെങ്കിലും മാറ്റി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഒരു ടൈം ടേബിളായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അതായത് ഫോർ എക്സാമ്പിൾ, കുട്ടി സ്കൂളിൽ പോയി തിരിച്ച് വന്ന് കഴിഞ്ഞിട്ട് പേരൻസിൻ്റെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്യാൻ ആശിക്കുന്നത്. അപ്പോൾ കുട്ടികൾ വന്നതും എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഒന്ന് മാറ്റി വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് 1 hour അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, കളിക്കുക, പിന്നെ സ്കൂളിൽ എന്തൊക്കെയായി എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുക, പിന്നെ സംസാരിക്കുക. അപ്പോൾ ഇതിലൂടെ നല്ലൊരു ബോണ്ടിങ് പേരൻസിൻ്റെയും കുട്ടികളുടെ ഇടയിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കും ഒരു സപ്പോർട്ട് സിസ്റ്റം വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നത് പോലെ ഉണ്ടാവും. അപ്പോൾ മാതാപിതാക്കൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എത്ര വർക്ക് ആണെങ്കിലും അതൊന്ന് പെട്ടെന്ന് തീർത്തി എടുക്കാൻ നോക്കണം. പിന്നെ ഒരുപാട് ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ തന്നെ എപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടുമോ അപ്പോൾ കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ വീക്കെൻഡ് ആണെങ്കിൽ തന്നെ വെളിയിൽ പോവുക, പാർക്കാവാം, പിന്നെ ബീച്ചാവാം, ഇല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ആവാം. ഇങ്ങനെ പുതിയ പുതിയ സ്ഥലത്ത് ഒന്ന് ഇന്നോവേറ്റീവ് ആവുന്നത് പോലെ ചുറ്റിക്കുക. അപ്പോൾ കുട്ടികൾ നേച്ചറുടെ കൂടെ കണക്റ്റ് ആവാനും പിന്നെ അവരുടെ നോളജ് വളരാനും ഇതൊക്കെ യൂസ്ഫുള്ളാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ കുട്ടികളുടെ ഒരു നോളജ് എന്ന് പറയുന്നത് വാസ്റ്റായിട്ടാണ് വളരുന്നത്. അപ്പോൾ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഇത് നല്ലതാണ്. പിന്നെ കുട്ടി കൂടുതലും പിന്നെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പഠിക്കുന്നു. പിന്നെ എൻവിറോൺമെൻറ്റൽ പിന്നെ സൊസൈറ്റിയുടെ പേടി അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നത് ഈ ആക്ടിവിറ്റീസിലൂടെ സഹായിക്കുന്നതാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഉള്ളവർക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹൗസ് വൈഫ്സ് ഉണ്ടാവും, അപ്പോൾ അച്ഛൻ ജോലിക്ക് പോയി തിരിച്ച് വരുന്ന ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉള്ളപ്പോൾ അമ്മമാർ കുട്ടികളുടെ കൂടെ ഇരുന്ന് കളിക്കുക, ചെറിയ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുക, പിന്നെ സ്കൂളിൽ എന്താ നടന്നത് അന്നത്തെ ലെസൺസ് ചെറുതായി ഒന്ന് പറഞ്ഞു കൊടുക്കുക, ചെറുതായി ഒരു എക്സസൈസൊക്കെ ചെയ്യിപ്പിക്കുക. പിന്നെ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഫണ്ണാക്കി മാറ്റുന്നതാണ് പേരൻസിൻ്റെ ജോലി. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിൽ സ്കൂൾസൊക്കെ ഒരുപാട് കുട്ടികളുടെ മേലെ പഠിത്തത്തിൻ്റെയാണ് പ്രഷർ ഇടുന്നത്. അപ്പോൾ നമ്മൾ പേരൻസായിട്ട് എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണമെന്ന് വെച്ചാൽ, കുട്ടികളുടെ കൂടെ എപ്പോഴും ഒരു സുഹൃത്തായിട്ട് പിന്നെ നല്ല ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾക്ക് ഇൻട്രാക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് ഒരു ഫ്രീഡം കിട്ടിയതുപോലെ ആവും. പിന്നെ ഇമോഷണൽ സപ്പോർട്ട് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവേണ്ടത്. ഇതൊക്കെ ഒന്ന് കിട്ടുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഒരു പേടിയില്ലാണ്ട് അവർ മുമ്പിൽ വളർന്നു കഴിഞ്ഞാൽ നേരെ
സൊസൈറ്റിയിൽ ഇപ്പോൾ ജോലിക്ക് ഇറങ്ങുമ്പോൾ ഇല്ലെങ്കിൽ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫാമിലി എന്ന് നടത്തുമ്പോൾ അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. പിന്നെ ഒരു പേഴ്സണാലിറ്റി പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്സ് ഒരുപാടുണ്ടാവും. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മൾ തിങ്സിനെ അപ്രോച്ച് ചെയ്യാൻ നോക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളുടെ ഒരു ഭാവി എന്ന് പറയുന്നത് സുരക്ഷിതമാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പേരൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പില്ലർസാണ് കുട്ടികൾക്ക് വേണ്ടത്, ഫൗണ്ടേഷൻ എന്ന് പറയില്ല അങ്ങനെ. അപ്പോൾ കുട്ടികൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും സൊസൈറ്റിയിൽ ഇപ്പോൾ ജീവിതത്തിൽ എന്തേ നേരിട്ടാലും ഫ്രീ ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും പേരൻസിൻ്റെ കൂടെ. ഇങ്ങനത്തതൊന്നുണ്ട്, ഞാൻ എങ്ങനെ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ അച്ഛനും അമ്മമാരും ഒരു വഴികാട്ടിയെ പോലെ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അവർക്കും ഒരു കോൺഫിഡൻസ് വരും, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും പിന്നെ സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് ജീവിതം നന്നായി ജീവിക്കാനും പഠിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ എപ്പോഴും ഒരു ലേണിംഗ് എന്ന് പറയുമ്പോൾ എല്ലാമേ ഉൾപ്പെടുത്തുന്നത് പോലെ ഉണ്ടാവും. ഫണ്ണായിട്ട് കളിക്കുന്നതും പിന്നെ അക്കാഡമിക്സ് പോലെ എന്താണ് അവർ പറഞ്ഞു തരുന്നത് ടീച്ചേഴ്സ്, അത് നമ്മൾ പേരൻസ് അറിഞ്ഞുകൊണ്ട് അവരുടെ കൂടെ അന്നത്തെ പാഠങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, പിന്നെ അവരുടെ കൂടെ തന്നെ ലേൺ ചെയ്യുക. അപ്പോൾ ഞങ്ങളും പഠിക്കുന്നതിലൂടെ പുതിയ രീതി ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താണ് എന്ന് നമുക്കും മനസ്സിലാവും. അപ്പോൾ സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങളെന്നും മനസ്സിലാവും. പിന്നെ ആൾക്കാരെങ്ങനെയാണ് ഇടപെടുന്നത്, കുട്ടികൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത് ഇന്നത്തെ ജനറേഷനിലത്തെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യാനുള്ള ഒരു പ്രാപ്തി കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും നമുക്ക് ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ പേരൻസ് എപ്പോഴും ഞങ്ങളെ എന്തെങ്കിലും ഒന്ന് വായിക്കാൻ നോക്കണം. അതായത് ജനറൽ നോളജ് ആവാം. അപ്പോൾ സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക, പിന്നെ ആർട്ടിക്കിൾസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചെടുക്കുക, നോക്കണം. ന്യൂസ് ചാനൽസൊക്കെ നോക്കുക. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പം ഞങ്ങളുടെ കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് അവരവരുടെ പേരൻസിന് മാത്രം അറിയും. അപ്പം നമുക്കൊരു ചിന്താഗതി ഉണ്ടാവും ഞങ്ങളുടെ കുട്ടികളെ പറ്റി. ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാണ് സോൾവ് ചെയ്യാനും ഭദ്രതയോടെ എങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, വഴികൾ കാട്ടിച്ച് തരാനും ഞങ്ങളും സ്വയം പഠിക്കാനും ഇതൊക്കെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വർക്ക് ലൈഫ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ടെൻഷനും പ്രഷർ ഇതൊക്കെ ഉണ്ടാവും. അത് ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും നോർമലാണ്. അപ്പോൾ അതിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനും ഞങ്ങൾ പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇത് നമ്മളുടെ വർക്ക് ലൈഫിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് എടുത്താൽ തന്നെ ഞങ്ങളുടെ കുട്ടികൾ നന്നായി വളർന്ന് നല്ല ആൾക്കാരായി സൊസൈറ്റിയിൽ മാറുന്നത് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയും റിലേറ്റീവ്സിൻ്റെയും കൂടെ എല്ലാവർക്കും കൂടെ യൂസ്ഫുള്ളായിട്ടുള്ള ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.